കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രശാന്ത് തോട്ടുങ്കൽ കൂടി നമ്മോടൊപ്പം ഉണ്ട്. പ്രശാന്ത്, ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എപ്പോഴാണ് മൃതദേഹം വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുക? നികേഷ്, രാവിലെ 8 മണിയോടുകൂടിയായിരുന്നു മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. ഫോറസ്റ്റിൻ്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗങ്ങളായിരുന്നു ഇവിടെ മൃതദേഹം എത്തിച്ചത്. അതിനുശേഷം പിന്നീട് മോർച്ചറിയിലേക്ക് മാറ്റി 9:45 കൂടിയാണ് പിന്നീട് ഇൻക്വസ്റ്റ് നടപടികൾക്കായി എടുത്തത്. 10 മണിയോടുകൂടി തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. ഇൻക്വസ്റ്റ് നടപടികളിൽ ഒരു അരമണിക്കൂറോളം നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. എന്തായാലും ഈ മൃതദേഹത്തിൻ്റെ, അതായത് ബിജുവിൻ്റെ കാലിനും കൈക്കുമെല്ലാം തന്നെ ഒടിവുണ്ട്. വയറിനും ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. തലയിൽ ഒരു ക്ഷതമുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിന് വിട്ടുകൊടുക്കും. പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ഒരു ഉച്ചയോടെ, ഒരു 12:00 കൂടി തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനുള്ള സാധ്യതയാണ് എന്തായാലും കാണുന്നത്. ഇവിടെ ഈ നിമിഷം വരെ ഫോറസ്റ്റിൻ്റെ ഓഫീസർമാരെല്ലാവരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് പത്തനംതിട്ടയിലെ റാപ്പിഡ് റെസ്പോൺസ് ടീം അടക്കമുള്ളവർ പിന്നീട് ഇവിടെ നിന്ന് വീണ്ടും കടമലേക്ക് മടങ്ങിയത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഒരു 12:00 ശേഷം മൃതദേഹം വിട്ടുകൊടുക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിക്കുന്നത്. പ്രശാന്ത് തോട്ടുങ്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.